ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ സിനിമയായ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ് ആണ്. ഇറങ്ങിയ ഡെഡ് റെക്കനിങ് പാർട്ട് 1ന്റെ ഒരു ഡയറക്റ്റ് സീക്വലാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുന്നതിന് മുമ്പ് എന്തായാലും 7th പാർട്ട് കണ്ടിരിക്കണം. 7th പാർട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ സിനിമയ്ക്ക് മുൻപ് വന്നത് ഫാൾ ഔട്ട് ആയതുകൊണ്ടാണ്. മിഷൻ ഇമ്പോസിബിൾ സിനിമകളിൽ തന്നെ പുതിയൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു അത്. 5ാമത്തെ സിനിമയായ റോഗ് നേഷൻ മുതൽ പിന്നീടുള്ള എല്ലാ സിനിമകളും ഡയറക്റ്റ് ചെയ്ത് ക്രിസ്റ്റഫർ മെക്വയർ തന്നെയാണ് ഇവിടെ ഡയറക്ടറായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിനിമയ്ക്ക് മുൻപത്തെ മിഷൻ ഇമ്പോസിബിൾ സിനിമകളുമായി ഭയങ്കര കണക്ഷനുണ്ട്. സോ ആ സിനിമകൾ കണ്ട് ഒന്ന് ഓർമ്മ പുതുക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി മിഷൻ ഇമ്പോസിബിൾ 3യിലൊരു പ്ലോട്ട് പോയിന്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി പോസിറ്റീവ് നെഗറ്റീവ്സിലേക്ക് വരാം. എല്ലാ മിഷൻ ഇമ്പോസിബിൾ സിനിമകളെ പോലെ ഇവിടെയും ടോം ക്രൂസ് തൻ്റെ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളിയെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആക്ഷൻ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. ഈ സിനിമയുടെ അവസാനത്തിൽ 30 മിനിറ്റ് ഭയങ്കര ഇൻറ്റൻസ് ആണ്. കാരണം ഒരേ സമയം ടെൻഷൻ ഫീൽ ചെയ്യുന്ന 4-5 സബ്പ്ലോട്ടുകൾ ഒരേ സമയം ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പേസിങ് കീപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. എല്ലാ മിഷൻ ഇമ്പോസിബിൾ സിനിമകളിലെ ഹൈലൈറ്റ് ആയിരിക്കുമല്ലോ അതിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റണ്ട് സീൻ. ആ സ്റ്റണ്ട് സീൻ ആയിരിക്കും ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഇതിനൊരു അപ്രിസിയേഷൻ കിട്ടിയിരുന്നെങ്കിലും പിന്നീട് വന്ന മിഷൻ ഇമ്പോസിബിൾ സിനിമകളിൽ അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ 7th പാർട്ടിലെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയതും അതിലെ ക്ലൈമാക്സിലെ ആ ബൈക്ക് സ്റ്റണ്ടായിരുന്നു. അവിടെ ബൈക്ക് സ്റ്റണ്ടാണെങ്കിൽ ഇവിടെ പ്ലെയിൻ സ്റ്റണ്ടാണ്. കുറച്ചധികം നേരം ആ സീക്വൻസ് നീണ്ടു നിൽക്കുന്നുണ്ട്. അത് ബിൽഡ് ചെയ്യുന്ന ടെൻഷനും ആ സീക്വൻസ് എടുത്ത രീതിയും പറയാതിരിക്കാൻ കഴിയില്ല, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയാണ് മുൻപത്തെ സിനിമയിലെ ഇവൻസും ചില കഥാപാത്രങ്ങളും ഇതിലെ പ്ലോട്ടിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നത് നൈസായിരുന്നു. അതുപോലെ തന്നെ പുതുതായി വന്ന എല്ലാ സപ്പോർട്ടിംഗ് ആക്ടേഴ്സും അവരുടെ പെർഫോമൻസിലൂടെ ആ സബ്പ്ലോട്ടിനെ ഗംഭീരമാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂക്ലിയർ വാറിൻ്റെ ഒരു സബ്പ്ലോട്ടുണ്ട്. അതൊരു റൂമിൽ മാത്രമാണ് നടക്കുന്നത്. പക്ഷേ ആ സീനിൽ വരുന്ന ആഞ്ചല ബാസറ്റ്, നിക്ക് ഓഫർമാൻ, ഹോൾട്ട് മെക്കലാനിങ്, ചാൾസ് ഫാർണൽ എന്നിവരുടെയൊക്കെ പെർഫോമൻസ് കൊണ്ട് അത് ഗംഭീര സീനാകുന്നുണ്ട്. ആക്ഷൻ സീനുകളിൽ തരുന്ന അതേ ടെൻഷൻ തന്നെ ഇവിടെ ഒരു റൂമിൽ അവരുടെ പെർഫോമൻസുകളിലൂടെ ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സിനിമയിൽ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാതിരുന്ന ഹെയ്ലി ആറ്റ്വെല്ലിൻ്റെ ക്യാരക്ടറിനെ ഇവിടെ നല്ല രീതിയിൽ ആ പ്ലോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സിൽ. ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. ഈ ഫിലിമിൻ്റെ ഓപ്പണിംഗ് സീനും ടൈറ്റിൽ കാർഡും ഇത്തവണ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. പാർട്ട് 7ൽ എന്തൊക്കെയായിരുന്നോ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് അത് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്ന പോലെ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെ പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു പ്രോബ്ലമാണ് വില്ലൻ പ്രോബ്ലം. മറ്റ് മിഷൻ ഇമ്പോസിബിൾ സിനിമകളെ അപേക്ഷിച്ച് 7ലും 8ലും പ്രത്യക്ഷത്തിലൊരു വില്ലൻ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ AI ആണ് വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ ടോം ക്രൂസിന് മെയിൻ വില്ലൻ ഇല്ല എന്നതൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഒരുപാട് എക്സ്പോസിഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡ് ഇതിൽ വരുന്നുണ്ട്. അതും സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ പോയിന്റ് ബൈ പോയിന്റ് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഡയലോഗ്സിലൂടെ. അതും ഒരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം പടത്തിൻ്റെ ലെങ്ത് അത് കാരണം കൂടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലെ ഡയലോഗ്സിലൂടെയുള്ള ഈ ബിൽഡപ്പ് പടത്തിൻ്റെ ലെങ്ത് കൂട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ ഓഡിയൻസിനെ ബോറടിപ്പിച്ചേക്കാം. അതുപോലെ തന്നെ ചില ഇമോഷണൽ സീൻസിൻ്റെ ലെങ്ത്തും ഇവിടെ കൂടുതലായിട്ട് തോന്നി. സോ ഓവറാൾ പറഞ്ഞാൽ മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ ഒരു എബോ ആവറേജ് സിനിമ തന്നെയാണ് ഫൈനൽ റെക്കനിങ് എന്ന് പറയാം. ഫാൾ ഔട്ട് പോലെയോ അല്ലെങ്കിൽ ഗോസ്റ്റ് പ്രോട്ടോകോൾ പോലെയൊക്കെ ഒരു ഗംഭീര സിനിമയല്ല ഫൈനൽ റെക്കനിങ്. പക്ഷേ ഒരിക്കലും അത്രയും നെഗറ്റീവ് റിവ്യൂസ് അർഹിക്കുന്നൊരു സിനിമയും അല്ല ഇത്. ഡെഡ് റെക്കനിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ആസ്പെക്റ്റിലും ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണിത്. എല്ലാ മിഷൻ ഇമ്പോസിബിൾ സിനിമകളെ പോലെയും വാച്ചബിൾ ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു മിഷൻ ഇമ്പോസിബിൾ സിനിമ തന്നെയാണ് ഇത്. ഡെഫിനറ്റ്ലി ഞാനിത് റെക്കമെൻഡ് ചെയ്യും. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.